ഹായ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൈബർ സെക്യൂരിറ്റി ക്ലാസ്സിനെ കുറിച്ചാണ്. ഇപ്പം നമ്മുടെ ചാനലിൽ നമ്മൾ ആൾറെഡി സൈബർ സെക്യൂരിറ്റിയെക്കുറിച്ച് കുറച്ച് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പുതിയൊരു പാർട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചെയ്യുന്നത്. നമ്മൾ സൈബർ സെക്യൂരിറ്റിയുടെ ക്ലാസ്സുകൾ ചെയ്തിട്ട് ഒരുപാടായി. നമ്മൾ നെറ്റ്വർക്കിൻ്റെ ക്ലാസ്സുകളൊക്കെ അങ്ങനെ ചെയ്തു പോയി. പിന്നെ സൈബർ സെക്യൂരിറ്റി ക്ലാസ്സുകളൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സൈബർ സെക്യൂരിറ്റി ക്ലാസ് ഇതിനു മുമ്പ് കാണാത്തവരാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഈ ചാനലിൽ കയറി നോക്കുക. അതിലൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, സൈബർ സെക്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ആ ഒരു പ്ലേലിസ്റ്റിൻ്റെ തുടർച്ചയായിട്ടുള്ള ക്ലാസ്സാണിത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടാലുള്ളൂ നിങ്ങൾക്ക് ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മുടെ മറ്റു വീഡിയോയുടെ തുടർച്ചയാണെന്ന് പറഞ്ഞു, മറ്റ് സൈബർ സെക്യൂരിറ്റിയുടെ ക്ലാസ്സിൻ്റെ തുടർച്ചയാണെന്ന് പറഞ്ഞു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിരുന്നത് ഒരു വൈഫൈ നെറ്റ്വർക്കിനെ എങ്ങനെയാണ് നമുക്ക് ആക്സസ് ചെയ്യുക എന്നുള്ളതായിരുന്നു. അങ്ങനെ ഒരു വൈഫൈ നെറ്റ്വർക്കിൻ്റെ പാസ്വേഡ് എല്ലാം ആക്സസ് ചെയ്തതിന് ശേഷം ആ നെറ്റ്വർക്കിലോട്ട് നമുക്ക് ആ ഒരു കിട്ടിയ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആക്സസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നെറ്റ്വർക്കിലാണ്, അല്ലേ? ഇപ്പോൾ നമ്മളൊരു നെറ്റ്വർക്കിന് നമ്മൾ ആക്സസ് ചെയ്ത് അതിൻ്റെ പാസ്വേഡ് കണ്ടെത്തി നമ്മുടെ ഡിവൈസ് ആ നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ആ നെറ്റ്വർക്കിൻ്റെ ഒരു പാർട്ടായി. എന്ന് വെച്ചാൽ ആ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന മറ്റു സിസ്റ്റങ്ങളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മൾ ഇതിൽ ആ നെറ്റ്വർക്കിൽ ഇരുന്നിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതിന് പോസ്റ്റ് കണക്ഷൻ അറ്റാക്ക് എന്നാണ് പറയുക. അപ്പോൾ ഈ പോസ്റ്റ് കണക്ഷൻ അറ്റാക്ക് നമുക്ക് വൈഫൈ നെറ്റ്വർക്കിനെതിരെയും അല്ലെങ്കിൽ എതർനെറ്റ് നെറ്റ്വർക്കിലും നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വൈഫൈ നെറ്റ്വർക്കിൽ എങ്ങനെ ചെയ്യുകയെന്ന് നമ്മൾ നോക്കിയിരുന്നു. എങ്ങനെ ചെയ്യുകയെന്നല്ല, വൈഫൈ നെറ്റ്വർക്കിലോട്ട് എങ്ങനെയാണ് കണക്ട് ചെയ്യുകയെന്ന് നമ്മൾ നോക്കിയിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ആ നെറ്റ്വർക്കിൽ ഇരുന്നുകൊണ്ട് കേബിൾ ഉപയോഗിച്ച് നമുക്ക് ആ നെറ്റ്വർക്കിലോട്ട് കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഡിവൈസിനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് ഈ പോസ്റ്റ് കണക്ഷൻ അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ പോസ്റ്റ് കണക്ഷൻ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഇൻഫർമേഷൻ. ആ നെറ്റ്വർക്കിൽ ഇരിക്കുന്ന ഡിവൈസിനെ കുറിച്ചൊരു ഇൻഫർമേഷൻ കിട്ടും. എന്ത് ഡിവൈസാണുള്ളത്, ഏത് ടൈപ്പ് ഡിവൈസാണുള്ളത്, മൊബൈൽ ഫോണാണോ, ലാപ്ടോപ്പാണോ, പ്രിൻ്ററാണോ, മോഡമാണോ, ഏതാണ് ഡിവൈസ്, അത് ഏത് കമ്പനിയാണ്, അതിൻ്റെ വെണ്ടർ ആരാണ്, ഏത് കമ്പനിയാണ് നിർമ്മിച്ചിട്ടുള്ളത്, അങ്ങനെ അതേപോലെ അതിൽ എത്ര പോർട്ടുകൾ, സിസ്റ്റങ്ങളിലൊക്കെ എത്ര പോർട്ടുകൾ ഓപ്പൺ ആയിട്ടുണ്ട്, നമുക്ക് ആക്സസ് ചെയ്യാൻ സാധിക്കുന്ന എത്ര പോർട്ടുകൾ അതിൽ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട് എന്നുള്ള ഇൻഫർമേഷനൊക്കെ നമുക്ക് ഈ പോസ്റ്റ് കണക്ഷൻ അറ്റാക്ക് നടത്തുന്നതിലൂടെ കിട്ടാനായിട്ട് പറ്റും. മാത്രമല്ല നമുക്ക് ഇൻ്റർസെപ്റ്റ് ഡാറ്റ, ആ നെറ്റ്വർക്കിൽ ഏതെങ്കിലും സൈറ്റുകളിലൊക്കെ ആക്സസ് ചെയ്യുന്ന സമയത്ത് അവരുടെ യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉപയോഗിച്ചിട്ട് അവർ ആക്സസ് ചെയ്യുന്ന സമയത്ത് ആ യൂസർ നെയിമും പാസ്വേഡും കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാപ്ചർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കും ഈ ഒരു പോസ്റ്റ് കണക്ഷൻ അറ്റാക്കിലൂടെ. അതുപോലെ തന്നെ ആ നെറ്റ്വർക്കിലൂടെ ഫ്ലോ ചെയ്യുന്ന ഡാറ്റകളൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്താൽ നമുക്ക് ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുത്താനായിട്ട് സാധിക്കും. ഇത്രയും കാര്യങ്ങൾ നമുക്ക് പോസ്റ്റ് കണക്ഷൻ അറ്റാക്കിൽ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ പോസ്റ്റ് കണക്ഷൻ അറ്റാക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ ആ നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കണം. എങ്ങനെയാണ് നെറ്റ്വർക്കുമായിട്ട് കണക്റ്റഡ് ആയിരിക്കുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് ചെയ്തു പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ടത് ഒരു ക്ലയൻറ്റ് സിസ്റ്റമാണ്, അല്ലെങ്കിൽ ഒരു നെറ്റ്വർക്ക് നമുക്ക് സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ നിങ്ങളിത് പ്രാക്ടീസ് ചെയ്യുന്നവരാണ്, നിങ്ങളുടെ ഒരു ലാപ്ടോപ്പാണ് ഉള്ളതെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്കിത് ചെയ്ത് പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു നെറ്റ്വർക്ക് വേണം. എന്നിട്ട് ആ നെറ്റ്വർക്കിൽ നിങ്ങൾ എൻ്റർ ചെയ്ത് ആ നെറ്റ്വർക്കിൽ വന്ന മറ്റ് സിസ്റ്റങ്ങൾ നമുക്ക് നിരീക്ഷിക്കണം, അല്ലേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഇതിൻ്റെ തുടക്ക ക്ലാസ്സുകളിലൊക്കെ വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിച്ചിരുന്നല്ലോ. VMware വർക്ക് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയറിൽ വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പഠിച്ചിരുന്നു. അങ്ങനെ വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്തിട്ടാണ് Kali Linux ഞാൻ യൂസ് ചെയ്യുന്നത്. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും. അപ്പോൾ ഞാൻ എൻ്റെ VMware വർക്ക് സ്റ്റേഷൻ എടുത്തിട്ട് അതിലോട്ട് ഒരു വെർച്വൽ മെഷീൻ കൂടി ഞാൻ ആഡ് ചെയ്യാം. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്ലയൻറ്റ് സിസ്റ്റം വേണം. എന്നിട്ട് ആ ക്ലയൻറ്റ് സിസ്റ്റത്തിൽ നമുക്ക് ഈ തരത്തിലുള്ള അറ്റാക്കുകളൊക്കെ നടത്താൻ വേണ്ടിയിട്ട് ഒരു ക്ലയൻറ്റ് സിസ്റ്റം എങ്ങനെയാണ് ബിൽഡ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ഓൾറെഡി എൻ്റെ കയ്യിൽ Kali Linux ഉണ്ട്, വെർച്വൽ മെഷീൻ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരു Kali Linuxൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉള്ളൊരു കമ്പ്യൂട്ടർ ഉണ്ട്. ആ ഒരു കമ്പ്യൂട്ടറിലോട്ട്, ആ ഒരു നെറ്റ്വർക്കിലോട്ട് ഞാൻ വേറൊരു വിൻഡോസ് കമ്പ്യൂട്ടറിനെ കൂടി എന്ത് ചെയ്യുകയാണ്, കണക്ട് ചെയ്യുകയാണ്. അപ്പോൾ എന്താവും, എൻ്റെ നെറ്റ്വർക്കിൽ ഞാൻ ഉപയോഗിക്കുന്ന Kali Linux മെഷീനും ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് ടെസ്റ്റ് ചെയ്ത് പഠിക്കാൻ ഒരു വിൻഡോസ് 10 അല്ലെങ്കിൽ വിൻഡോസ് 11 സിസ്റ്റം ഉണ്ടാവും. എന്നിട്ട് നമ്മൾ വിൻഡോസ് 11 അല്ലെങ്കിൽ വിൻഡോസ് 10 ആ സിസ്റ്റത്തെയാണ് നമ്മൾ ഈ പോസ്റ്റ് കണക്ഷൻ അറ്റാക്കിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാനായിട്ട് പോകുന്നത്.
അപ്പോൾ എന്തുകൊണ്ടാണ് വിൻഡോസ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ വിൻഡോസ് ആണ് ഒരു മോസ്റ്റ് പോപ്പുലർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് വിൻഡോസ് ആണ്. അപ്പോൾ നമ്മളൊരു കമ്പനിയിൽ അല്ലെങ്കിൽ നമ്മളൊരു നെറ്റ്വർക്കിനെ പോസ്റ്റ് കണക്ഷൻ അറ്റാക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുമ്പോൾ നമ്മൾ ആ ഒരു നെറ്റ്വർക്കിലിരിക്കുന്ന സിസ്റ്റങ്ങൾ മിക്കതും എന്തായിരിക്കും, വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആയിരിക്കും. വിൻഡോസ് ആരുടെയാണ്, മൈക്രോസോഫ്റ്റിൻ്റെയാണ്. അപ്പോൾ നമ്മൾ ഇത് ചെയ്ത് പഠിക്കുമ്പോൾ നമ്മുടെ കയ്യിലൊരു വിൻഡോസ് ടെസ്റ്റ് ചെയ്ത് പഠിക്കാനായിട്ടൊരു വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമുള്ളൊരു കമ്പ്യൂട്ടർ ഉണ്ടാകുക എന്നുള്ളത് നമുക്ക് അത്യാവശ്യമാണ്. അപ്പോൾ ഞാൻ എൻ്റെ ഫിസിക്കലായിട്ടുള്ള മിഷനോ അല്ലെങ്കിൽ എൻ്റെ ഇരിക്കുന്ന ലാപ്ടോപ്പോ അങ്ങനെ ഒരു ഇതൊന്നും ഞാൻ എടുക്കുന്നില്ല. ഇപ്പം ഞാൻ കാലിനെക്സ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, VMware വർക്ക് സ്റ്റേഷനിൽ കാലിനെക്സ് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഞാൻ എൻ്റെ VMware വർക്ക് സ്റ്റേഷൻ്റെ അകത്ത് ഒരു വിൻഡോസ് കൂടി എന്ത് ചെയ്യാൻ പോവാണ്, ഇൻസ്റ്റാൾ ചെയ്യുകയാണ്. അപ്പോൾ അതെങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് വീഡിയോയിൽ നോക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാൻ അതൊന്ന് കാണിച്ചു തരാം. എന്നിട്ട് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എന്നുള്ള കാര്യം നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഞാൻ എൻ്റെ VMware വർക്ക് സ്റ്റേഷൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും വിൻഡോസ് 10 ഞാൻ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൂടാതെ എൻ്റെ കാലി ലിനക്സ് മിഷനും അവിടെ ഉണ്ട്. അപ്പോൾ ഈ കാലി ലിനക്സ് മിഷനിലാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോസൊക്കെ ചെയ്തിട്ടുള്ള ഈ കാലി ലിനക്സ് മിഷനിലാണ്. അപ്പോൾ അതുകൂടാതെ ഞാനൊരു വിൻഡോസ് 10 കൂടി ഇവിടെ ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ വിൻഡോസ് 10 കാലി ലിനക്സ് മിഷനും ഉണ്ടാകുമ്പോൾ എനിക്ക് ഈ 2 മിഷനും റൺ ചെയ്യിപ്പിച്ച് കഴിഞ്ഞ് ഈ 2 മിഷനും ഓൺ ആക്കി കഴിഞ്ഞാൽ എനിക്ക് കാലിനെക്സിൽ ചെയ്ത് ഈ വിൻഡോസ് മിഷനെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ കാലിനെക്സ് വെച്ചിട്ട് എനിക്ക് അറ്റാക്കിങ്ങും കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് പറ്റും. അങ്ങനെ ഒരു ലാബ് നമ്മൾ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയാണ് വിൻഡോസ് മിഷൻ ഈ കാലിനെക്സിലോട്ട് നമുക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയുടെ തന്നെ പോസ്റ്റ് കണക്ഷൻ അറ്റാക്കിൻ്റെ പാർട്ട് 2ൽ ഞാൻ ഇൻസ്റ്റാളേഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കുക. ഇനി നമ്മൾ തുടർച്ചയായിട്ട് സൈബർ സെക്യൂരിറ്റി ക്ലാസ്സുകളൊക്കെ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ആവുന്നതായിരിക്കും. അതുകൂടാതെ നെറ്റ്വർക്കിൻ്റെ ക്ലാസ്സുകൾ നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. നെറ്റ്വർക്കിൻ്റെ ബേസിക് ക്ലാസ്സുകൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് CCNA അതുപോലുള്ള മൈക്രോസോഫ്റ്റിൻ്റെ സർവർ പോലുള്ള കാര്യങ്ങളും നമ്മൾ ഈ ഒരു ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും നെറ്റ്വർക്കിംഗ്, നിങ്ങളുടെ ഫ്രണ്ട്സോ ആരെങ്കിലും നെറ്റ്വർക്കിംഗ് പഠിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്ക് ഈ ഒരു ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഇനി ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മൾ നെറ്റ്വർക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഇടുന്ന എല്ലാ ക്ലാസ്സുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതിൻ്റെ പാർട്ട് 2 രണ്ടാമത്തെ വീഡിയോയിൽ നമുക്കിത് എങ്ങനെയാണ് വെർച്വൽ മെഷീൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്, എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം.